Hello everyone. Today we are going to discuss Pilgrim at Tinker Creek by Annie Dillard. Pilgrim at Tinker Creek, which was written by the American writer Annie Dillard, is a non-fiction narrative in which the writer talks about her observations regarding the plant and animal life in and around Tinker Creek in the Blue Ridge Mountains of Virginia. So the writer focuses on her observations regarding the plant and animal life which she sees in a place called Tinker Creek. And this book, more than talking about nature, the writer tries to make it more metaphysical. ഓക്കെ, അപ്പോൾ ഈ പുസ്തകം എന്ന് പറയുന്നത് നേച്ചറിനെ കുറിച്ച് മാത്രം പറയുന്നൊരു പുസ്തകമല്ല. ഡില്ലാർഡ് ട്രൈസ് ടു മേക്ക് ഇറ്റ് മെറ്റഫിസിക്കൽ. Metaphysical means what? To go beyond the physical and sensory world and to encompass abstract concepts of truth, existence and spirituality. അപ്പം ഈ ഒരു പുസ്തകത്തിനെ കുറച്ചുകൂടി മെറ്റഫിസിക്കൽ ആക്കാൻ ശ്രമിക്കുകയാണ് ആനി ഡില്ലാർഡ് ചെയ്യുന്നത്. മെറ്റഫിസിക്കൽ മീൻസ് വാട്ട്? നമ്മൾ കാണുന്നതും കേൾക്കുന്നതുമായിട്ടുള്ള ലോകത്തിനപ്പുറത്തേക്കൊരു അന്വേഷണം. That is, she tries to make a investigation about the concepts like truth, existence and spirituality. അപ്പം ഈ പുസ്തകം എന്ന് പറയുന്നത് നേച്ചറിലോട്ട് നോക്കിക്കൊണ്ട് സ്പിരിച്വാലിറ്റിയെ അന്വേഷിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, സോ നേച്ചറിനെ നോക്കിക്കൊണ്ട് അവിടെ ഗോഡിൻ്റെ പ്രസൻസ് കണ്ടെത്തുകയാണ് ചെയ്യുന്നത്. ഒരു ഡിവൈൻ ഗ്രേസ് കാണിച്ചു തരികയാണ് ഈ ഒരു പുസ്തകം ചെയ്യുന്നത്. Then the book, which was written in the form of a journal, brings into light both the horrors and beauty of the natural world. So the book talks about both beauty as well as the horrors of natural world. And the book was a modern classic and won Pulitzer Prize for General Nonfiction in the year 1975. Then talking about the title, what is the title of this book? That is Pilgrim at Tinker Creek. അപ്പോൾ പിൽഗ്രിം അറ്റ് ടിങ്കർ ക്രീക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ടൈറ്റിലിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണ്? ദ ടൈറ്റിൽ റെഫേഴ്സ് ടു ഡില്ലാർഡ് ആൻഡ് ഹർ ക്വസ്റ്റ്, ദാറ്റ് ഈസ് എ പിൽഗ്രിമേജ് ഓർ എ സ്പിരിച്വൽ ജേർണി ടു അണ്ടർസ്റ്റാൻഡ് ഗോഡ് ത്രൂ ദ നാച്ചുറൽ ഫിനോമിന ഷി വിറ്റ്നസ്സസ് അറ്റ് ടിങ്കർ ക്രീക്ക്. അപ്പം ഇതെന്ന് വെച്ചാൽ എന്താണ്? പിൽഗ്രിം അറ്റ് ടിങ്കർ ക്രീക്കാണ്. പിൽഗ്രിം എന്ന് വെച്ചാൽ എന്താണ്? പിൽഗ്രിമേജ് എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? ഒരു തീർത്ഥാടനമാണ്. സോ ആനി ഡില്ലാർഡ് ഈസ് ട്രൈയിങ് ടു മേക്ക് എ പിൽഗ്രിമേജ് ടു ടിങ്കർ ക്രീക്ക്. ടിങ്കർ ക്രീക്ക് എന്ന് പറയുന്നത് ഇവിടെ ആക്ച്വലി എന്താണ്? നേച്ചറിൻ്റെ ഒരു റെപ്രസെൻറ്റേഷനാണ്. നേച്ചറിനെയാണ് ടിങ്കർ ക്രീക്ക് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ ഡില്ലാർഡ് നടത്തുന്ന പിൽഗ്രിമേജ് എങ്ങോട്ടാണ്? നേച്ചറിലോട്ടാണ് അവർ പിൽഗ്രിമേജ് നടത്തുന്നത്. യൂഷ്വലി പീപ്പിൾ ഡു പിൽഗ്രിമേജ് ടു ഹോളി പ്ലേസസ്. പുണ്യസ്ഥലങ്ങളിലോട്ടൊക്കെയാണ് നമ്മൾ ഈ പിൽഗ്രിമേജ് നടത്തുക. ആൻഡ് വി ബിലീവ് ദാറ്റ് വിൽ വിറ്റ്നസ് എ ഡിവൈൻ ഗ്രേസ്. അവിടെയൊക്കെ പോകുമ്പോൾ നമുക്ക് ദൈവത്തിനെ കുറച്ചുകൂടി അടുത്തറിയാൻ പറ്റും, അവിടെ ഒരു ഡിവൈൻ ഗ്രേസ് ഉണ്ടാവും എന്നൊക്കെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ഓക്കെ, അപ്പം ഡില്ലാർഡ് പറയുന്നത് എന്താണ്? പിൽഗ്രിമേജ് ഇവിടെ ഡില്ലാർഡ് നടത്തുന്നത് നേച്ചറിലോട്ടാണ്. നേച്ചറിലോട്ട് പോയി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഗോഡിനെ കുറച്ചുകൂടി അടുത്തറിയാൻ പറ്റും, ഗോഡിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും എന്നാണ് ഡില്ലാർഡ് വിശ്വസിക്കുന്നത്. ദാറ്റ് ഈസ് വൈ ഷീ ഈസ് ഡൂയിങ് എ പിൽഗ്രിമേജ് ടു നേച്ചർ. Then that is the significance of the title. So pilgrim at Tinker Creek എന്ന് പറയാൻ കാരണം the author is doing a pilgrimage. Author is trying to make a understanding, കുറച്ചുകൂടി നേച്ചറിനെ അടുത്തറിയാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ത്രൂ വിച്ച് ഷീ കൻ അണ്ടർസ്റ്റാൻഡ് സ്പിരിച്വാലിറ്റി. അതാണ് ആ ടൈറ്റിലിൻ്റെ സിഗ്നിഫിക്കൻസ്. ആൻഡ് ടോക്കിംഗ് അബൌട്ട് ദ സ്ട്രക്ചർ, ഈ ഒരു പുസ്തകം ദാറ്റ് ഈസ് പിൽഗ്രിം അറ്റ് ടിങ്കർ ക്രീക്ക് എന്ന് പറയുന്ന ഹോൾ ബുക്ക് എന്ന് പറയുന്നത് 15 ചാപ്റ്റേഴ്സ് ആണുള്ളത്. ആൻഡ് വാട്ട് വി ഹാവ് ടു ലേൺ ഇസ് ഓൺലി എൻ എക്സ്ട്രാക്ട് ഫ്രം ദ ഫസ്റ്റ് ചാപ്റ്റർ വിച്ച് ഇസ് നെയിംഡ് ഹെവൻ ആൻഡ് എർത്ത് ഇൻ ജസ്റ്റ്. അപ്പോൾ ഈ 15 ചാപ്റ്റേഴ്സ് ഉള്ളതിൽ ആദ്യത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഹെവൻ ആൻഡ് എർത്ത് ഇൻ ജസ്റ്റ്, അതിൽ പറയുന്ന ആ ഒരു ചാപ്റ്ററിൽ നിന്നുമുള്ള ഒരു എക്സ്ട്രാക്റ്റാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്. Written in a series of internal monologue and reflections, the narrative is told from the perspective of an unnamed narrator who lives next to Tinker Creek in the Blue Ridge Mountains of Virginia. Then about the chapter that we have to learn, the given chapter details one of Dillard's experience during a normal winter walk.
She describes a wonderful and frightening sight which she witnesses while wandering through the Tinker Creek. അപ്പം ടിങ്കർ ക്രീക്കിലൂടെ അവിടെ നോർമലി നടത്തുന്ന ഒരു ഒരു വിൻഡോ വാക്കിൽ അവൾ കണ്ടെത്തുന്ന അല്ലെങ്കിൽ അവൾ കാണുന്ന ഒരു എക്സ്പീരിയൻസ് ആണ് അവർ ഈ ഒരു വർക്കിലൂടെ എന്ത് ചെയ്യുന്നത് നമുക്ക് പറഞ്ഞു തരുന്നത്. Okay, so the chapter is all about an experience that Dillard witnesses during one of her usual winter walk. So here is the first paragraph. We'll go through the things in detail. I'll read it out for you. A couple of summers ago, I was walking along the edge of the island to see what I could see in the water, and mainly to scare frogs. Frogs have an inelegant way of taking off from invisible position on the bank just ahead of your feet in dire panic, emitting a froggy yike and splashing into water. Incredibly, this amused me, and incredibly it amuses me still. As I walked along the grassy edge of the island, I got better and better at seeing frogs both in and out of water. I learned to recognize, slowing down, the difference in texture of light reflected from mud bank, water, grass, or frog. Frogs were flying all around me. At the end of the island, I noticed a small green frog. He was exactly half in and half out of water, looking like a schematic diagram of an amphibian, and he didn't jump. So here is the first paragraph. We'll go through the things in detail. So I'll read it out for you, the first paragraph. A couple of summers ago, I was walking along the edge of the island to see what I could see in the water, and mainly to scare frogs. Frogs have an inelegant way of taking off from invisible position on the bank just ahead of your feet in dire panic, emitting a froggy yike and splashing into water. Incredibly, this amuses me, and incredibly it amuses me still. As I walked along the grassy edge of the island, I got better and better at seeing frogs both in and out of water. I learned to recognize, slowing down, the difference in texture of the light reflected from the mud bank, water, grass, or frog. Frogs were flying all around me. At the end of the island, I noticed a small green frog. He was exactly half in and half out of water, looking like a schematic diagram of an amphibian, and he didn't jump. So that is her first paragraph. ഇതിൽ എന്താണ് പറയുന്നത്? ആനി വാസ് വാക്കിംഗ് അലോങ് ദി റിവർ സൈഡ് ആൻഡ് ഷീ വാസ് എക്സ്പെക്ടിങ് സം ഫ്രോഗ്സ്. സോ ആനി നോർമലി നടത്തുന്ന ആ ഒരു വിൻഡോ വാക്ക്, അതായത് നോർമലി അവൾ ചെയ്യുന്ന ഒരു ടിങ്കർ ക്രീക്കിലൂടെയുള്ളൊരു നടത്തം അതവൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് വൈൽ ഷീ വാസ് വാക്കിംഗ് ത്രൂ ദ റിവർ സൈഡ് ഷീ വാസ് എക്സ്പെക്ടിങ് സം ഫ്രോഗ്സ്. അപ്പം നോർമലി അവിടെ കുറേ ഫ്രോഗ്സ് ഉണ്ടാവാറുണ്ട്. അപ്പം അവൾ കാണുന്ന ആ ഫ്രോഗ്സിനെ അവിടെ എക്സ്പെക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. She loves watching frogs. She is very fond of frogs. She loves watching frogs. She says that when someone approaches a frog, അതായത് ആരെങ്കിലും ഒരു ഫ്രോഗിനെ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് എന്താണ് ഈ ഫ്രോഗ്സ് ചെയ്യുക? So when someone approaches a frog who is hidden in the invisible position of the banks, അതായത് നമ്മുടെ ഈ റിവർ സൈഡിൻ്റെ ഏതെങ്കിലും ഇൻവിസിബിൾ ആയിട്ടുള്ള പൊസിഷൻസ്, ഇൻവിസിബിൾ ആയിട്ടുള്ള സ്ഥലങ്ങളിൽ പോയി ഒളിച്ചിരിക്കുന്ന ഫ്രോഗ്സിൻ്റെ അടുത്തോട്ട് ആരെങ്കിലും അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് വാട്ട് ഡസ് ദേ ഡു? They just jump suddenly out of fear, making a splashing sound which the author calls yike. അപ്പോൾ എന്താ ചെയ്യുന്നത്? ഇങ്ങനെ കാണാത്ത സ്ഥലങ്ങളിൽ ഒളിച്ചിരിക്കുന്ന ഫ്രോഗ്സിൻ്റെ അടുത്തോട്ട് ആരെങ്കിലും നടന്ന് അതിൻ്റെ അടുത്തെത്തുമ്പോൾ, അതിനെ അപ്രോച്ച് ചെയ്യുമ്പോൾ വാട്ട് ഡു ദീസ് ഫ്രോഗ്സ് ഡു? ദേ ജസ്റ്റ് ജംപ് സഡൻലി. പെട്ടെന്ന് അവർ ചാടും.
എങ്ങനെ? ഔട്ട് ഓഫ് ഫിയർ, പേടിച്ചിട്ട് അവർ എടുത്ത് ചാടും. ആൻഡ് ദേ മേക്സ് ദിസ് ജംപ് ഇൻ ടു ദ വാട്ടർ. അവർ നേരെ ഈ ബാങ്ക്സിൻ്റെ, അതായത് റിവർ സൈഡിൽ നിന്നും വേഗം വെള്ളത്തിലോട്ടാണ് ചാടുക. ആൻഡ് ആ ഒരു ചാട്ടം എന്താണ്, ആ ഒരു സൗണ്ടിനെ, വെള്ളത്തിലോട്ട് അവർ ചാടുന്ന സൗണ്ടിനെ ഓതർ വിളിക്കുന്ന ശബ്ദമാണ് യൈക്ക്. ആ ഒരു ചാടും, ആ സ്പ്ലാഷിങ് സൗണ്ടിനെ യൈക്ക് എന്നാണ് ഓതർ പറയുന്നത്. She says that this act of frog jumping into water amuses her incredibly and പിന്നെന്താ പറയുന്നത്, ഇറ്റ് അമ്യൂസസ് മീ സ്റ്റിൽ. അപ്പോൾ ഇങ്ങനെ ഈ ഫ്രോഗ്സ് ആരെങ്കിലും എടുത്തോട്ട് വരുമ്പോൾ ഇങ്ങനെ വെള്ളത്തിലോട്ട് എടുത്ത് ചാടുന്ന ഈ ഒരു ആക്ട്, ഈ ഒരു കാര്യം എന്താണ്, ഓതറിനെ വല്ലാതെ അമ്യൂസ് ചെയ്യുന്നുണ്ട്, രസിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് പറയുകയാണെന്ത്, ആർക്കും ഇതത്ര എന്താണ് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നില്ല. ബട്ട് ഇൻക്രെഡിബ്ലി ഇറ്റ് ഈസ് അൺബിലീവബിൾ ദാറ്റ് സംബഡി ഇസ് അമ്യൂസ്ഡ് ബൈ ദിസ് തിങ്. ബട്ട് ടു മീ എന്താണ് ഓതർ പറയണ, എനിക്കത് അമ്യൂസിങ് ആണ്. ഇൻക്രെഡിബ്ലി എന്ന് പറഞ്ഞാൽ അത് അവിശ്വസനീയമാണ്, അൺബിലീവബിൾ ആണ്. ഓക്കെ, എന്തുകൊണ്ടാണെന്ന് അറിയില്ല. ഇറ്റ് അമ്യൂസസ് മീ ആൻഡ് ഇറ്റ് അമ്യൂസസ് മീ സ്റ്റിൽ. അന്നും ഇന്നും എന്നെ അത് അമ്യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഐ ഡോണ്ട് നോ വൈ. ഓക്കെ. As I walked along the grassy edge of the island, I got better and better at seeing frogs both in and out of water. പിന്നെ ഈ ഗ്രാസി എഡ്ജ്, അതായത് പുല്ലുകൾ നിറഞ്ഞിരിക്കുന്ന ഈ ഒരു അരുവിയുടെ അടുത്തൂടെ ഞാനിങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഐ ക്യാൻ സീ മോർ ഫ്രോഗ്സ്. കുറേ എണ്ണം വെള്ളത്തിൽ അകത്തുണ്ട്, കുറേ എണ്ണം വെള്ളത്തിന് പുറത്തായിട്ടും ഇങ്ങനെ ഒരുപാട് ഫ്രോഗ്സിനെ ഐ ക്യാൻ സീ. ദെൻ എടുത്തത് എന്ന് പറയുന്നത്, എടുത്ത ലൈൻ എന്ന് പറയുന്നത് ആ ഓതറിൻ്റെ ഒബ്സർവേഷൻ്റെ, ആ കീൻ ഒബ്സർവേഷനെ മനസ്സിലാക്കി തരുന്ന ലൈൻസാണ്. സി, ഐ ലേൺ ടു റെക്കഗ്നൈസ് സ്ലോയിങ് ഡൗൺ ദ ഡിഫറൻസസ് ഇൻ ദ ടെക്സ്ചർ ഓഫ് ദി ലൈറ്റ് റിഫ്ലക്റ്റഡ് ഫ്രം ദ മഡ് ബാങ്ക്, വാട്ടർ, ഗ്രാസ് ഓർ ഫ്രോഗ്സ്. അപ്പം ഞാനിങ്ങനെ നടന്നു പോകുമ്പോൾ ഐ ക്യാൻ റിയലൈസ് ദ ഡിഫറൻസസ് ഇൻ ദ ടെക്സ്ചർ ഓഫ് ലൈറ്റ്. അപ്പം ഈ സൂര്യപ്രകാശം വന്ന് ഈ വെള്ളത്തിലും ഒക്കെ വന്ന് പതിക്കുന്നുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ മുമ്പോട്ട് നടക്കുമ്പോൾ ഈ ലൈറ്റിൻ്റെ ടെക്സ്ചർ നമ്മുടെ ഈ ഭൂമിയിൽ വന്ന് പതിക്കും, അത് വെള്ളത്തിൽ വന്ന് വീഴുമ്പോൾ, അത് മണ്ണിൽ വന്ന് പതിക്കുമ്പോൾ, അത് ഗ്രാസിൻ്റെ മുകളിൽ വന്ന് പതിക്കുമ്പോഴും, അത് ഫ്രോഗിൻ്റെ മുകളിൽ വന്ന് പതിക്കുമ്പോഴും ഉള്ള ആ ഒരു ലൈറ്റിൻ്റെ ഡിഫറൻസസ് വേറെയാണ്, അതിൻ്റെ ടെക്സ്ചർ വേറെയാണ്. ഓക്കെ, അപ്പം ലൈറ്റ് വെള്ളത്തിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നത് പോലെയല്ല ലൈറ്റ് വന്നിട്ട് മണ്ണിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് ഡിഫറെൻറ്റ് വെൻ ഇറ്റ് ഗെറ്റ് റിഫ്ലക്റ്റഡ് ഓൺ ദ ഫ്രോഗ് ഓർ ഓൺ എ ഗ്രാസ്. അപ്പോൾ ഓരോന്നിൻ്റെ മുകളിലും വന്ന് പതിക്കുന്ന ലൈറ്റിൻ്റെ ടെക്സ്ചർ വ്യത്യസ്തമാണെന്ന് ഞാൻ മുമ്പോട്ട് നടക്കുന്നതിനനുസരിച്ചിട്ട് ഐ ക്യാൻ റിയലൈസ്. ഫ്രോഗ്സ് വർ ഫ്ലൈയിങ് ഓൾ അറൗണ്ട് മീ. സോ ദർ വർ എ ലോട്ട് ഓഫ് ഫ്രോഗ്സ്. അപ്പോൾ ആ ഒരു സ്ഥലത്ത് ഒരുപാട് ഫ്രോഗ്സിനെ നമ്മുടെ ഓതറിന് കാണാം, അവർക്ക് കാണാം. അറ്റ് ദി എൻഡ് ഓഫ് ദി ഐലൻഡ് ഐ നോട്ടിസ്ഡ് എ സ്മോൾ ഗ്രീൻ ഫ്രോഗ്. He was exactly half in and half out of water, looking like a schematic diagram of an amphibian, and he didn't jump. അപ്പം കുറേ മുമ്പോട്ട് നടന്നു കഴിഞ്ഞതിന് ശേഷം ആ ഐലൻഡിൻ്റെ ഒരു എൻഡിൽ ഷീ നോട്ടിസ്ഡ് എ സ്മോൾ ഗ്രീൻ ഫ്രോഗ്. അതെങ്ങനെയാണ് കിടക്കുന്നത്? ഇറ്റ് വാസ് ഹാഫ് ഇൻ ആൻഡ് ഹാഫ് ഔട്ട് ഓഫ് വാട്ടർ. ആൻഡ് ആ ഒരു ഫ്രോഗിൻ്റെ കിടപ്പ് കണ്ടപ്പം ആനി ഡില്ലാർഡിന് എന്താണ് ഓർമ്മ വന്നത്? നമ്മൾ +1 +2 നമ്മൾ ആംഫീബിയനെ കുറിച്ചിട്ടൊക്കെ പഠിക്കാറുണ്ട്. ആംഫീബിയൻ എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? നമ്മൾ ചെറിയ ക്ലാസ്സിലെ പഠിക്കുന്ന കാര്യമാണ് ആംഫീബിയൻസ്. ഓക്കെ, ആംഫീബിയൻസ് എന്ന് വെച്ചാൽ എന്താണ്? പകുതി വെള്ളത്തിലും കരയിലും ജീവിക്കുന്നവരെയാണ് നമ്മൾ ആംഫീബിയൻസ് എന്ന് പറയാം. നോർമലി ഫ്രോഗ്സ് ഒക്കെ ആ കാറ്റഗറിയിലാണ് ഉണ്ടാവാറ്. പിന്നെ ഫ്രോഗ്സിൻ്റെ പിക്ചർ നോക്കിക്കഴിഞ്ഞാൽ പലപ്പോഴും ഒരു മഷ്റൂമിൻ്റെ മുകളിൽ ഇങ്ങനെ ഇരിക്കുന്ന ഫ്രോഗ്സിനൊക്കെ ആയിരിക്കും നമുക്ക് കാണാൻ പറ്റുക. അപ്പം ആ ഒരു ഫ്രോഗിൻ്റെ കിടപ്പ് കണ്ടപ്പോൾ പണ്ടെങ്ങാണ്ടോ നമ്മൾ പഠിക്കുമ്പോൾ വരച്ചിട്ടുള്ള ആംഫീബിയൻ ആനിമൽസിൻ്റെ ഒരു സ്കീമാറ്റിക് ഡയഗ്രാം പോലെ ആണ് ആനി ഡില്ലാർഡിന് ഓർമ്മ വന്നതെന്നാണ് പറയുന്നത്. ഫ്രോഗ് ഒരു ആംഫീബിയൻ ആണ്. അപ്പോൾ ആ ഒരു ആംഫീബിയൻ ഡയഗ്രാമാണ് അവൾക്ക് മനസ്സിലോട്ട് ഓർമ്മ വന്നതെന്നാണ് പറയുന്നത്. ആൻഡ് അവൾ നോർമലി ഫ്രോഗ്സൊക്കെ എന്താണ്, ഫ്രോഗ്സിൻ്റെ അടുത്തോട്ട് ആരെങ്കിലും അപ്രോച്ച് ചെയ്യുമ്പോൾ അവർ പേടിച്ച് എടുത്ത് ചാടുന്നു നമ്മൾ നേരത്തെ പറഞ്ഞു. പക്ഷേ ഈ ഫ്രോഗ് എന്ത് ചെയ്യുന്നില്ല, എടുത്തോട്ട് അപ്രോച്ച് ചെയ്തിട്ടും ദിസ് ഫ്രോഗ് ഡസൻറ്റ് മൂവ്. ഓക്കെ, സോ ദാറ്റ് ഇസ് ദ ഫസ്റ്റ് പാരഗ്രാഫ്. Then in the second paragraph, he didn't jump. I crept closer. At last, I knelt on the island's winter-killed grass, lost, dumbstruck, staring at the frog in the creek just 4 feet away.
അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, അവൾ വീണ്ടും പറയാണ്, ഹി ഡിഡ്ന്റ് ജംപ്, ഐ ക്രെപ്റ്റ് ക്ലോസർ. അപ്പം ഷീ വാസ് ഷോക്ക്ഡ്, അല്ലെങ്കിൽ ഷീ വാസ് സർപ്രൈസ്ഡ്. നോർമലി ഫ്രോഗ്സ് എടുത്ത് ചാടുന്നതാണ്, ഈ ഫ്രോഗ് എന്തുകൊണ്ട് പോകുന്നില്ല എന്നുള്ള കാര്യം കൊണ്ട് ഷീ വാസ് സർപ്രൈസ്ഡ്. അപ്പോൾ അവൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ്, ഹി ഡിഡ്ന്റ് ജംപ്. അത് അവളുടെ ഒരു സർപ്രൈസിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് അവൾ വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യുന്നത്. അങ്ങനെ അവരെന്ത് ചെയ്തു, അറ്റ് ലാസ്റ്റ് ഷീ നെൽഡ്, അവൾ അവിടെ കുനിഞ്ഞ് എന്ത് ചെയ്തു, അതിൻ്റെ ആ ഫ്രോഗിൻ്റെ അടുത്തോട്ട് പോയി നിന്നു. ആൻഡ് ഷീ ഈസ് ഓൺലി 4 feet അവേ. ഇപ്പം ഫ്രോഗും ഈ ഓതറും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് വെച്ചാൽ വെറും 4 അടി മാത്രമേ ഡിഫറൻസ് ഉള്ളൂ. ഹീ വാസ് എ വെരി സ്മോൾ ഫ്രോഗ് വിത്ത് വൈഡ് ഡൾ ഐസ്. ഇപ്പോൾ ഫ്രോഗിൻ്റെ ഡിസ്ക്രിപ്ഷനാണ് ഈ ഒരു പാരഗ്രാഫിൽ മെയിൻ ആയിട്ടുള്ളത്. സോ ഹീ വാസ് എ വെരി സ്മോൾ ഫ്രോഗ് വിത്ത് വൈഡ് ഡൾ ഐസ് ആൻഡ് ജസ്റ്റ് ആസ് ഐ ലുക്ക്ഡ് അറ്റ് ഹിം ഹീ സ്ലോലി ക്രംബിൾഡ് ആൻഡ് ബിഗാൻ ടു സാപ്പ്. അപ്പം എന്താണ്, വെൻ ദിസ് ഡില്ലാഡ് കുറച്ച് സൂക്ഷ്മമായിട്ട് അതിനെ നിരീക്ഷിക്കാൻ തുടങ്ങിയപ്പോൾ ദ ഫ്രോഗ് ബിഗാൻ ടു ക്രംബിൾ ആൻഡ് ബിഗാൻ ടു സാങ്. അപ്പോൾ ഇങ്ങനെ ചുരുങ്ങി ചുരുങ്ങി വരികയാണ് ചെയ്യുന്നത്. ദ സ്പിരിറ്റ് വാനിഷ് ഫ്രം ഹിസ് ഐസ് ആസ് ഇഫ് സ്നഫ്ഡ്. ആരോ ഊതിക്കെടുത്തിയതുപോലെ പെട്ടെന്ന് ആ കണ്ണുകളിലുള്ള ആ ഒരു തെളിച്ചമൊക്കെ അങ്ങോട്ട് വാനിഷായി പോവുകയാണ്, നഷ്ടപ്പെട്ടു പോവുകയാണ് ചെയ്യുന്നത്. ഹിസ് സ്കിൻ എംപ്റ്റീഡ് ആൻഡ് ഡ്രൂപ്ഡ് and his very skull deemed to collapse and settle like a kicked tent. അപ്പോൾ പെട്ടെന്ന് അവളുടെ ആ ഒരു ഫ്രോഗിൻ്റെ സ്കിന്നും ഒക്കെ പെട്ടെന്ന് ഇങ്ങനെ എംപ്റ്റീഡായി പോവാണ്. അതായത് കാറ്റ് ഒഴിഞ്ഞു പോയതുപോലെ പെട്ടെന്ന് എന്ത് ചെയ്യാണ്, കൊലാപ്സ് ആയി പോവുകയാണ് ചെയ്യുന്നത്. ഹി വാസ് ഷ്രിങ്കിങ് ബിഫോർ മൈ ഐസ് ലൈക്ക് എ ഡീഫ്ലേറ്റിംഗ് ഫുട്ബോൾ. അപ്പം ഒരു ഫുട്ബോൾ എങ്ങനെയാണോ നമ്മൾ കാറ്റ് ഒഴിച്ച് വിടുമ്പം ഡീഫ്ലേറ്റഡ് ആയി പോകുന്നത്, അതേപോലെ ആ കണ്ണുകൾ ഒക്കെ അവളുടെ കണ്ണുകൾക്ക് മുമ്പിൽ ഈ ഒരു ഫ്രോഗ് ഇങ്ങനെ ഷ്രിങ്ക് ചെയ്ത് ചുരുങ്ങി ചുരുങ്ങി വരികയാണ്. ഐ വാച്ച്ഡ് ദ ടോട്ട് ഗ്ലിസണിങ് സ്കിൻ ഓൺ ഹിസ് ഷോൾഡേഴ്സ് റക്ക് ആൻഡ് റംബിൾ ആൻഡ് ഫാൾ. അപ്പം അപ്പം ഈ ഓതർ നോക്കി നിൽക്കെ ഈ ഒരു ഫ്രോഗിൻ്റെ വളരെ ടോട്ട് എന്ന് വെച്ചാൽ വളരെ സ്ട്രെച്ച് ചെയ്തിട്ടുള്ള, അതായത് ചുളിഞ്ഞതൊന്നല്ല, സ്ട്രെച്ച്ഡ് ആയിട്ടുള്ളതും വളരെ ഷൈനിങ് ആയിട്ടുള്ളതായിട്ടുള്ള ആ സ്കിന്ന്, ആ ഫ്രോഗിൻ്റെ സ്കിന്ന് ഇങ്ങനെ റംബിൾ ചെയ്ത് ചുരുങ്ങി ഇങ്ങനെ ഇല്ലാണ്ടാകുന്നത് ഓതർ കാണുകയാണ് ചെയ്യുന്നത്. ഷീ വാസ് വാച്ചിങ് ദീസ് തിങ്സ് ഇൻ ഫ്രണ്ട് ഓഫ് ഹർ ഐസ്. സൂൺ പാർട്ട് ഓഫ് ഹർ സ്കിൻ, formless as a pricked balloon, lay in floating folds like bright scum on the top of water, and it was a monstrous and terrifying thing. അപ്പം അധികം വൈകാതെ തന്നെ ഈ ഒരു ഫ്രോഗിൻ്റെ ഈ ഒരു ഒന്നുമില്ലാത്ത, അതായത് കാറ്റ് ഒഴിച്ചിട്ട് ബലൂണ് പോലെ അങ്ങനെ ഫോംലെസ് ആയിട്ട് മാറിയിട്ടുള്ള അതിൻ്റെ ഒരു സ്കിന്ന് ഈ വാട്ടറിൻ്റെ ടോപ്പിലൂടെ ഇങ്ങനെ ഒഴുകാൻ തുടങ്ങി. ഓക്കെ, ഒരു സ്കം പോലെ, അത് വെള്ളത്തിൻ്റെ ടോപ്പിലുള്ള ഒരു ഒരു ഫ്രോത്ത് അല്ലെങ്കിൽ ഒരു പത പോലെ, അങ്ങനെ എന്തോ ഒരു കാര്യം പോലെ അതിൻ്റെ സ്കിന്ന് മാത്രമായിട്ട് ഈ വാട്ടറിൻ്റെ ടോപ്പിലോട്ട് ഒഴുകാൻ തുടങ്ങി. അതായത് അതിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ, ഫ്ലൂയിഡ് ഒന്നുമില്ല, വെറും ഒരു തൊലി മാത്രമേ ഇപ്പോൾ ആ ഫ്രോഗിനുള്ളൂ. ഇറ്റ് വാസ് എ മോൺസ്ട്രസ് ആൻഡ് ടെറിഫൈങ് തിങ്. I gaped, bewildered and appalled. So the author was really shocked. Okay. An oval shadow hung in the water behind the drained frog. Then the shadow glided away. The frog skin back started to sink. ഓക്കെ, അപ്പം ഇങ്ങനെ ഓതർ ഇതിനെ ക്ലോസ് ആയിട്ട് ഇങ്ങനെ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം എന്താണ് കാണാൻ പറ്റിയത്, ഈ സ്കിന്നിന് താഴെ പിറകിലൊരു ഓവൽ ഷാഡോ കാണാൻ പറ്റി. എന്തോ ഒരു നിഴല്, ഒരു ഓവൽ ഷേപ്ഡ് ആയിട്ടുള്ള ഒരു ഷാഡോ ഈ വെള്ളത്തിനടിയിൽ ഓത്തർ കണ്ടു. ആൻഡ് ദ ഷാഡോ ഗ്ലൈഡഡ് അവേ. പിന്നീട് ആ ഷാഡോ പതുക്കെ അവിടെ നിന്ന് ഇങ്ങനെ നീങ്ങിപ്പോകുന്നതായിട്ടും കാണാൻ പറ്റി. അപ്പോൾ ആ ഷാഡോ അവിടെ നിന്ന് പോയി കഴിഞ്ഞതിന് ശേഷം ദ ഫ്രോഗ് സ്കിൻ സ്റ്റാർട്ടഡ് ടു സിങ്ക്. അപ്പോൾ ആ ഷാഡോ അവിടെ നിന്ന് മാറിയതിന് ശേഷം ഈ ഫ്രോഗിൻ്റെ ഈ ഒരു തൊലി വെള്ളത്തിലോട്ട് ഇങ്ങനെ പതുക്കെ മുങ്ങാൻ തുടങ്ങി. Okay, so that's all for today. We'll continue with this classes on Tinker Creek in the next video. So thank you.